ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമായിട്ടാണ്. കപ്പ വറവിട്ടത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോലൊന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. ഞാനൊരു കപ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കപ്പ എടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ കപ്പയും കൊണ്ടൊരു വിഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പയും ചിക്കനും ഉപയോഗിച്ചുള്ള കപ്പ ചിക്കൻ മിക്സ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. ഈ കപ്പയിൽ നിറയെ മണ്ണൊക്കെ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചിടണം. അപ്പം ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ വേണേലും വേവിക്കാം, പെട്ടെന്ന് വേവുന്ന കപ്പയൊക്കെ ആണെങ്കിൽ അല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി. പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിതൊരു വിസിൽ മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായി വെന്ത് കിടുന്ന കപ്പയാണ്, അതുകൊണ്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചത്. അപ്പോൾ ഇതിനി വെന്തോന്ന് നമുക്ക് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഞാനതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിനായി വേറൊരു ചട്ടി വെച്ച് അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയുള്ളി എടുക്കണം. നമുക്ക് ഒരു 3-4 എണ്ണം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനൊരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്ക് ഇത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതൊരു ഏകദേശം 1 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത്. നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, എരിവ് വേണ്ടവർക്ക്. അപ്പോൾ ഞാനിതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉള്ളി നന്നായി ഫ്രൈ ആയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കണം. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ചെറിയുള്ളിൻ്റെയും വറ്റൽമുളകിൻ്റെയും ഫ്ലേവർ ഈ കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നന്നായി വേവുന്ന കപ്പ നോക്കി എടുക്കണം ഇതിന്, എന്നാലും നല്ലൊരു ടേസ്റ്റ് വരിക ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.